അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവായിട്ട് തന്നെ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെടുത്ത് തന്ന് നിങ്ങൾ ജീവിച്ച സംസ്കാരം നിങ്ങളവിടെ കാണിക്കും, എനിക്ക് കിട്ടില്ല എന്ന് നിനക്ക് ഇത്ര ഉറപ്പിച്ചു പറയാൻ നീ അവിടെ പോയി തിരിച്ചു വന്നതൊന്നും അല്ലല്ലോ. കാശുണ്ടെന്നുള്ള അഹങ്കാരമാണ്, വലിയ വീടാണെന്ന് കാണിക്കാനാണ് ഇത്രയും വലിയ വീടൊന്നും ഇരുന്നില്ല. നമ്മൾ അലസന്മാരായി മടിയന്മാരായി മുന്നോട്ട് സാഹചര്യങ്ങളായാലും ഇവള് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, ഇവള് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വാക്കുകളുണ്ടെങ്കിൽ ഇവളെ അങ്ങ് തകർത്ത് കളയാം. കാരണം ആരും നോക്കാനില്ല, ഉമ്മയില്ല, വാപ്പില്ല, കെട്ടിയോനില്ല, മക്കളെ കൊണ്ടൊക്കെ ആങ്ങളമാരെ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. ഞാൻ ആരോടോ മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി ജോലി ചെയ്യാന്ന ഇവരറ്റിലൊക്കെ പാവായിട്ട് എന്തിനാ, നമുക്ക് ഷോക്കേസിൽ വെക്കാനൊന്നും അല്ലല്ലോ. ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർക്കെങ്കിലും എൻ്റെ ഒരു ഡേ കാണാൻ ഇഷ്ടമായിരിക്കും വിചാരിക്കുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഒരു ഇഫ്താർ വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ കാണിക്കണം. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും എനിക്കിതൊന്നും ഇടുന്ന ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഷോപ്പിൽ പോകുമ്പോൾ അല്ലെ വീഡിയോസ് ചെയ്യുമ്പോൾ അപ്പോൾ മാത്രം അങ്ങനത്തെ മാല, വള, ബ്രേസ്ലെറ്റ് ഇതൊക്കെ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റി വന്നിട്ട് കഫ്താൻ നൈറ്റിയാണ്. അത് നമ്മുടെ ഷോപ്പ് തന്നെ അല്ലേ കേട്ടോ, നമുക്ക് ഈദ് കളക്ഷൻസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ആക്കിയിരുന്ന നൈറ്റുകളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റി കുറച്ചുകൂടി സ്കെൽറ്റായിട്ടുള്ള ആൾക്കാർക്ക് എന്നെക്കാളും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിട്ടോ. എനിക്ക് അത്ര ഭംഗിയില്ല എന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ പല മോഡൽ പല പ്രിൻറ്റിൽ നമ്മളതിൽ അവൈലബിൾ ആണ്. കഫ്താൻ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും ഷോൾ നൈറ്റിയിലായാലും എംബ്രോയിഡറി നൈറ്റിയിലായാലും പല മോഡൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും മോഡൽ നമ്മളതിൽ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക. നൈറ്റിയുടെ പരസ്യം പറഞ്ഞാൽ കേട്ടോ, സീസണൊക്കെ അല്ല. അപ്പോൾ എല്ലാവർക്കും നൈറ്റിയൊക്കെ ആവശ്യമായിരിക്കുമല്ലോ. നമുക്ക് നൈറ്റി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. കാരണം നമുക്ക് എല്ലാ ദിവസവും യൂസ് ഉള്ളതല്ലേ, ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഷിനാസോ നമ്മൾ ഷോപ്പിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകണുള്ളൂ കേട്ടോ. നമുക്കിവിടെ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോൾ ഷിനാസ് പോവാണ്. അപ്പോൾ പത്രമൊക്കെ വാങ്ങിക്കും എന്നല്ലാതെ ആരും വായിക്കാറൊന്നുമില്ല കേട്ടോ. ടി വി പോലും ആരും കാണാറില്ല. കാരണം ആർക്കും അതിനോട് സമയം പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ചുരുക്കം. നമ്മൾ ഞായറാഴ്ച പോലും പലപ്പോഴും നമ്മൾ ഷോപ്പ് തുറക്കാറുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ തുറക്കാതിരിക്കാറുള്ളൂ ഞായറാഴ്ച കേട്ടോ. അങ്ങനെ പത്രം വെറുതെ ഒന്ന് എടുത്ത് നോക്കി അങ്ങനെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ലേഡീസിൻ്റെ ഒരു സാമ്രാജ്യമാണല്ലേ. അതിന് ജോലിക്ക് പോകുന്ന ആളെന്നോ ബിസിനസ്സുകാരിയെന്നോ അതല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരിയെന്നോ അങ്ങനെ ഒന്നുമില്ല അല്ലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കണം. 1-2 ദിവസമൊക്കെ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കും. എന്നാൽ നമുക്ക് സ്ഥിരമായിട്ട് അത് തന്നെയാണെങ്കിൽ നമുക്കാകെ മടുപ്പാകും അല്ലേ. അപ്പോൾ നമ്മളിതാ കിച്ചണിൽ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പൊടിയൊക്കെ കുറവാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്നിച്ച് വാങ്ങിച്ചാലും എല്ലാ ദിവസവും നമുക്ക് ഇത്ര പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കേടായി പോകുമെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. പൊതുവേ നമ്മളെ മക്കളൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും വിളിച്ചാൽ വരില്ല അല്ലേ. നമ്മളെ സ്വരത്തിൽ കടുപ്പം കൂടി നമ്മളെ സ്വരം ഒന്ന് മാറിയെന്ന് കണ്ടാൽ മാത്രം ഓടി വരുമല്ലേ. അപ്പോൾ നിച്ചുമോ മേലെ പോയിരിക്കാൻ കേട്ടോ. അവൻ പഠിക്കണോണ്ട് ടി വി കാണുന്ന സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അപ്പോൾ ഞാൻ ടി വി ഇടുമ്പോൾ ചീത്ത പറയുമ്പോൾ ടി ഓഫ് ആക്കിയിട്ട് ഇരുന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ താഴെ നമ്മളിവിടെ ഇങ്ങനെ ബെല്ല് വെച്ചിട്ടുണ്ട്. എത്ര വിളിച്ചാലും വിളി കേട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ബെല്ല് 1 പ്രാവശ്യം അടിച്ചാൽ അവൻ ഓടിച്ചാടി വരും കേട്ടോ. അതാ ഇപ്പോൾ വരുവേ. അവൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ഒരു ബെല്ല് താഴെ നിന്ന് അടിച്ചാൽ ഷംനാസ് ആയാലും ഷിനാസ് ആയാലും വിളി കേട്ടില്ലെങ്കിൽ പോലും നമ്മളെ മുന്നിൽ പെട്ടെന്ന് ഹാജരാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ബെല്ല് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ പത്തിരി നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ സമയവും നമ്മൾ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ അന്ന് കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പത്തിരി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒന്ന് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നത്തെയും പോലെ തന്നെ എനിക്ക് ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ ചെയ്യുന്ന ഒരു ടൈം വേറെ കളഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേറെ ടൈം ഇല്ലാത്ത കാരണം ഫോൺ ചെയ്യലും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. സമയം എപ്പോഴും വിലപ്പെട്ടതാണല്ലോ, വെറുതെ കളയാനില്ലാത്ത ഒന്നേ ഉള്ളൂ സമയം. അങ്ങനെ നമുക്ക് പത്തിരിക്കുള്ള വെള്ളം വെച്ചൊന്ന് വെള്ളം തിളപ്പിക്കാവേ. അപ്പോൾ പാത്രങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. ഡ്രസ്സിനോട് ക്രേസ് ഉള്ള പോലെ എനിക്ക് അത്ര ക്രേസ് ഒന്നും പാത്രങ്ങളോടില്ല. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണാലും കുറച്ച് കഴിക്കണത് അങ്ങനെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അങ്ങനെയൊക്കെ കുറച്ചുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊടി വാട്ടാൻ ഇത്രയും വലിയൊരു പാത്രം നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ ഈ ഒരു പാത്രം നമ്മൾ പണ്ടൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ വടിയിൽ വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവിൽ വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ടൈമില്ലാത്ത കാരണം ഇപ്പോൾ നമ്മൾ യാത്രകളിലൊന്നും ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ട് പച്ചവെള്ളം പോലും കൊണ്ടുപോകാറില്ല. കാരണം അതുപോലും വഴിയിൽ നിന്ന് വാങ്ങിക്കാറ്. കാരണം അതെടുക്കുന്ന സമയം പോലും പോകണ്ടെന്ന് വെച്ചിട്ട് അന്ന് നമുക്ക് അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു ടൈമിൽ നമ്മൾ ഫുഡൊക്കെ വെക്കാൻ വഴിയിലൊക്കെ നിർത്തി വണ്ടിയൊക്കെ വഴിയിൽ സൈഡാക്കി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ മുന്നേയുള്ള നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ കിച്ചണത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാൽ നിങ്ങളങ്ങനെ ബോറടിപ്പിക്കാനില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ 1-2 പരാതികളും പരിഭവങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ പറയാവേ. അപ്പോൾ ഇനി പരാതികളൊക്കെ ഒന്ന് പറയാവേ. അപ്പോൾ സോഷ്യൽ മീഡിയ പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിക്കുക, നമ്മളൊരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമ്മളെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാക്ക തിന്നണത് കോഴിക്ക് പറ്റില്ല, കോഴി തിന്നണത് കാക്കയ്ക്ക് പറ്റില്ല, എല്ലാം സ്വാഭാവികമാണ്. അപ്പോൾ അതിന് നെഗറ്റീവ് കുറച്ച് പേരെങ്കിലുമൊക്കെ നെഗറ്റീവ് അടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ
എന്ന് വെച്ച് അതിൽ കിടക്കുന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും വേണ്ട കേട്ടോ. കാരണം ഒരേ അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവായിട്ട് തന്നെ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടി പോടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിളികൾ വരുന്നുണ്ട്. എടി പോടി എന്നൊക്കെ നിങ്ങളൊന്ന് വീട്ടിലുള്ള ആൾക്കാർ വിളിച്ചോ, അവരൊക്കെ ഒരു പക്ഷേ നിങ്ങളെ തണലിൽ നിങ്ങളെ കാൽച്ചുവട്ടിൽ കഴിയുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനൊരിക്കലും നിങ്ങളെ കാൽച്ചുവട്ടിലോ നിങ്ങളെ ചിലവിലോ അല്ല ജീവിക്കണം. അപ്പോൾ എടി പൊടി എന്നൊക്കെ വിളിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കമൻറ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. മോശപ്പെട്ട കമൻറ്റ് എന്താണെന്ന് ഞാനിവിടെ പറയണില്ല. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെടുത്ത് തന്ന് നിങ്ങൾ ജീവിച്ച സംസ്കാരം നിങ്ങളവിടെ കാണിക്കണമെന്ന് മനസ്സിലാവും. പക്ഷേ ഞാൻ ആ ഒരു സംസ്കാരത്തിൽ ജീവിച്ചതല്ല. പിന്നെ ഞാൻ നിസ്കരിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഞാൻ റബ്ബിനെ സ്തുതിക്കണതോ അത് എനിക്ക് കിട്ടില്ല എന്ന് നിനക്ക് ഇത്ര ഉറപ്പിച്ചു പറയാൻ നീ അവിടെ പോയി തിരിച്ചു വന്നതൊന്നും അല്ലല്ലോ. എൻ്റെ ലക്ഷ്യം ശരിയാണെന്നുള്ള ബോധം എനിക്ക് നന്നായിട്ടുണ്ടായിരിക്കും. ഞാൻ ചെയ്യണത് എന്താണെന്നും ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും അതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരിക്കും. ഞാൻ നിന്നെ വേദനിപ്പിക്കുകയോ നിന്നെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്കൊരു വേദനയും ഉണ്ടാവരുതെന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നീ ഒന്ന് മാത്രം ചിന്തിക്കുക, നീ കാരണം വേദനിച്ചവൻ്റെ പ്രാർത്ഥനയെ നീ ഭയക്കണം. എന്തെന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് പഠിച്ചവൻ്റെ ഉത്തരമുണ്ട് എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ കുറ്റങ്ങളും കുറവുകളും നോക്കാതെ നീ നിൻ്റെ സ്വയം കാര്യങ്ങൾ നോക്കി നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പത്തിൻ്റെ മാവൊക്കെ ഇവിടെ നമ്മളിങ്ങനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് വരുന്ന കമൻറ്റുകൾ കേട്ടോ, നിനക്ക് കാശുണ്ട് എന്നുള്ള അഹങ്കാരമാണ്, വലിയ വീടാണെന്ന് കാണിക്കാനാണ്, ഇത്രയും വലിയ വീടൊന്നും ആവശ്യമില്ല, ആഡംബരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ആ വലിയ വീടിൻ്റെ പിന്നിൽ എനിക്ക് ചെറിയൊരു കഥ പറയാനുണ്ട്, ഞാൻ പിന്നീട് പറയാവേ. മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അഹങ്കരിക്കാൻ ഇതിൻ്റെ ലൈഫിലൊരു മിറാക്കിൾ സംഭവിച്ചതൊന്നുമല്ല. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്തുള്ളൂ. മഹാ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മളൊരു 6 മണിക്ക് എണീക്കണമെങ്കിൽ കറക്റ്റ് 6 മണിക്ക് എണീറ്റ് ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് അപ്പോഴല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. 6 മണിക്ക് എണീക്കണമെങ്കിൽ നമ്മൾ 4:45 മണിക്ക് എണീറ്റിട്ട് 1 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ കിടന്നിട്ട് നമ്മളെ കാര്യങ്ങൾ നാളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഉണർന്നിടന്ന് ചിന്തിക്കണം. അല്ലാണ്ട് എണീറ്റ് ഒന്ന് ഓടി വന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കൊന്നും ആവാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ നമുക്ക് നന്നായിട്ട് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. കാരണം ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കാരണം പലരും മടിയന്മാരും അലസന്മാരും ആയതാണ് നമുക്കൊന്നും അല്ലാണ്ടാവാൻ പോകാനുള്ള കാരണങ്ങൾ. പിന്നെ നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യും. മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്ര റിസ്ക് എടുക്കാൻ വയ്യ. കാരണം അല്ലെങ്കിൽ അത്ര റിസ്ക് എടുത്തൊരു ജോലി ചെയ്യാൻ നമുക്ക് വയ്യ. ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ച് നമുക്ക് പറ്റും, നമുക്ക് സഹായിക്കും, നമുക്ക് ശ്രമിച്ച് നോക്കാം. ചിലപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോയേക്കാം. എന്നാലും പരാജയത്തിൻ്റെ ഒടുവിൽ നമുക്കൊരു വിജയം ഉണ്ടായിരിക്കും. നമ്മൾ അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇതൊക്കെ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഭൂരിപക്ഷം പേർക്കും ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റാതെ മടിയന്മാരും അലസന്മാരും ഒക്കെ ആയത് കാരണമാണ്. അല്ലാണ്ട് നമ്മളത് ജോലി ചെയ്താൽ നമുക്കൊന്നും കിട്ടാഞ്ഞിട്ടല്ല. ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കൂട്ടോ, ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിക്കും. നമ്മളൊരു ലോകത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കണം, കുഞ്ഞു ജോലികൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വലിയ VIPs ആയിട്ട് നല്ല വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്കവിടെ ജോലി സാധ്യത നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണില്ല. നമ്മൾ അലസന്മാരായി മടിയന്മാരായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സംസാരമൊക്കെ നിർത്തി നമ്മളെ കിച്ചണിലോട്ട് തിരിച്ചു വരാവേ. അപ്പോൾ ഞാനിവിടെ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ പടുത്ത് വാങ്ങിച്ചായിരുന്നു കേട്ടോ, പക്ഷേ വീണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ പ്രസ്സില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ തന്നെ കുഴച്ച് പലകമ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. എൻ്റെ ഉമ്മയ്ക്ക് നല്ല അടിപൊളിയായിട്ട് പത്തിരി പരത്താൻ അറിയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കൈപ്പുണ്യം എനിക്കുണ്ട് തോന്നുന്നു. എനിക്കിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മളിങ്ങനെ പത്തിരി പലയിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പരത്താൻ വയ്ക്കുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പരത്താൻ പറ്റും. പക്ഷേ നമ്മൾ പ്രസ്സിൽ വെച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവുമല്ലോ. പക്ഷേ ഇത് ഒരുപാട് സമയം പിടിച്ചു കേട്ടോ. ചില നെഗറ്റീവ് കമൻറ്റൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കൂട്ടോ, ഞാൻ ജോലിയൊന്നും ചെയ്യാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ബന്ധു വീട്ടിലൊക്കെ അഭയം പ്രാപിച്ച് നമുക്ക് ശരിക്കും വെക്കാനും തിന്നാനും കുടിക്കാനൊന്നുമില്ല, നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമോ നല്ല വസ്ത്രമോ അല്ലെങ്കിൽ നല്ല ഫുഡോ ഒന്നും കൊടുക്കാൻ ഗതിയില്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് അല്ലെങ്കിൽ വാടക വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ പറഞ്ഞ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർ പറയാം, വളരെ ചെറുപ്പത്തിലെ തന്തേ തള്ളയൊക്കെ മരണപ്പെട്ടു പോയി, പിന്നെ നോക്കാൻ കെട്ടിയോന്നുമില്ല, അവറ്റുള്ള ഗതി വളരെ കഷ്ടമാണ്, പാവാണെന്ന് പറയാനേ ആൾക്കാരുണ്ടായിരിക്കുള്ളൂ അല്ലേ. എന്നാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമ്മൾ ആരെങ്കിലും കൈ കാണിക്കാതെ ജീവിക്കാനൊരു ശ്രമം നടത്തുമ്പോൾ അതിലൊരുപാട് നെഗറ്റീവ് കാണിക്കാൻ കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളായാലും ഇവൾ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, ഇവൾ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വാക്കുകളുണ്ടെങ്കിൽ ഇവളെ അങ്ങ് തകർത്ത് കളയാം അല്ലെങ്കിൽ തളർത്തി കളയാമെന്ന് വിചാരിക്കണം കുറച്ച് പേരല്ലേ. എന്നാൽ അത്ര നെഗറ്റീവ് പറയണവരുടെ സമാധാനത്തിന് വേണ്ടി ഒരു നഗ്നസത്യം ഞാൻ പറയാവേ. ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. നല്ലൊരു ഉമ്മയായി നല്ലൊരു ഭാര്യയായി വീടിനുള്ളിൽ മാത്രം അടങ്ങിക്കൂടി കഴിയുന്നിടത്തോളം എവിടെയും പുറത്തിറങ്ങാതെ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാൾ. ആകെ എനിക്കൊരു ദുസ്വഭാവം ഉണ്ട് വെച്ചാൽ അത് ഡ്രസ്സിന് ചെറിയൊരു ദുസ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ വേറെ യാതൊരു ദുസ്വഭാവങ്ങളും എനിക്കില്ല കേട്ടോ.
അങ്ങനെ എനിക്ക് ഡ്രസ്സ് കൊണ്ടുള്ള ഈ ഒരു ഭ്രാന്ത് വരാനും കാരണം എൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഞാൻ കുറേ ആണുങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടി മാത്രമായപ്പോൾ കുറച്ച് വെറൈറ്റി ഡ്രസ്സുകൾ ഇടണം, അല്ലെങ്കിൽ കുറച്ച് നല്ല സുന്ദരിയായിട്ട് നടത്തണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഞാനും അപ്പോൾ അതങ്ങനെ പിന്തുടരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പത്തിരി പ്രസ്സില്ലാതെ പരത്തിയത് കാരണം കുറച്ച് കൂടുതൽ സമയം എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ പാൻ വെച്ചിട്ട് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഈ ഒരു ഫ്രൈ പാനിലാണ് കേട്ടോ ചുടാറ്. നമുക്ക് അങ്ങനെ പത്തിരി ചട്ടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പത്തിരി ചട്ടിക്ക് വേണമെങ്കിൽ ശരിക്കും അടുപ്പൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ചുടണ്ടേ. അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്നാവും, നോൺ സ്റ്റിക്കിൻ്റെ അല്ലേ, പെട്ടെന്നാവും. അങ്ങനെ പത്തിരിയൊക്കെ നല്ല ഒറ്റപ്പൊള്ള തന്നെ വരുന്നുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല, സൂപ്പറാണ്. ഒരുപാട് ലേഡീസ് എപ്പോൾ നമ്മളെ കാണുമ്പോഴും എന്നോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ, എനിക്ക് ഞങ്ങളെപ്പോലെ ഒന്നും ആവാൻ പറ്റത്തില്ല, കാരണം ആരും നോക്കാനില്ല, ഉമ്മയില്ല, വാപ്പില്ല, കെട്ടിയോനില്ല, മക്കളെയും കൊണ്ടൊക്കെ ആങ്ങളമാരുടെ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അവർക്കാണെങ്കിൽ നമ്മളൊരു ബാധ്യതയാണെന്ന് പറയാതെ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അവരെ ആശ്രയിക്കണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് അവരുടെ പേരും അഡ്രസ്സൊന്നും പറയാൻ ഇതിൽ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാൻ എന്തുള്ളൂ, ഇന്നലെ ഇന്ന് നാളെ ഈ 3 ദിവസമായിട്ടോ നമുക്ക് ഈ ലോകത്തുള്ളത്. ഇന്നലെ എന്നുള്ളത് മാഞ്ഞു പോയി, തിരിച്ചു കിട്ടില്ല. നാളെ എന്നുള്ളത് ഉണ്ടോ എന്ന് നമുക്കൊരു ഉറപ്പില്ല. എന്നാൽ ഇന്ന് അത് നമ്മുടേതാണ്. അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിലുള്ള സ്ത്രീ, ഞാനിപ്പോൾ ഒരു സ്ത്രീയാണ്, എന്നിലുള്ള സഹോദരിക്ക് പരാജയപ്പെടാം, മരുമോൾക്ക് പരാജയപ്പെടാം, ഭാര്യയ്ക്ക് പരാജയപ്പെടാം, പക്ഷേ ഇനിയുള്ള അമ്മയ്ക്ക് ഒരിക്കലും പരാജയപ്പെടാൻ പറ്റില്ല. കാരണം അമ്മ പരാജയപ്പെട്ടാൽ അത് മക്കളെ പരാജയപ്പെട്ടതിന് തുല്യമാണ്. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ സാഹചര്യത്തിന് ഒരുപാട് പങ്കുണ്ട് കേട്ടോ. ഒരു ഘട്ടത്തിൽ ജീവിക്കണോ മരിക്കണോ എന്നോർത്ത് പകച്ചു നിന്നിട്ടുണ്ട്. നേരിടാനാവില്ല എന്ന് കരുതിയതിനെ ഒരു ചെറുപുഞ്ചിരിയോടെ നേരിടാൻ പഠിപ്പിച്ചതും എൻ്റെ സാഹചര്യങ്ങളാണ്. മറക്കില്ല എന്ന് കരുതിയ പലതിനെയും മറക്കാൻ പഠിപ്പിച്ചതിനും ഒറ്റ പേരേ ഉള്ളൂ, എൻ്റെ സാഹചര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ചുട്ട് കഴിഞ്ഞു. പിന്നെയും ചില്ലറ കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസമൊന്നും നമ്മൾ നോമ്പറക്കാൻ വീട്ടിലുണ്ടാക്കാറില്ല. ചില ദിവസങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കഴിച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ച് മടുപ്പ് തോന്നുന്ന ഒരു ദിവസങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ദിവസം വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പോൾ എത്ര ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. കാരണം തിരക്കാവുമ്പോൾ നമുക്ക് ഒന്നാമത് വയ്യാതാവും. അപ്പോൾ അതുകൊണ്ടപ്പോൾ നമ്മൾ തിരക്കുള്ള സമയത്തൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ ഓർഡർ ചെയ്തിട്ട് സമയത്ത് ബുക്ക് ചെയ്യുമല്ലോ, അങ്ങനെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോയി കഴിക്കാറുണ്ട്, അതിൽ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച് അപ്പുറത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത് വറുക്കണീൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങ കരിഞ്ഞു പോയി. അപ്പോൾ അത് മാറ്റിച്ചിട്ട് വേറെ കുറച്ച് തേങ്ങയും കൂടി വറുത്തെടുക്കേണ്ടി വന്നു. ഇടയ്ക്കൊന്നിങ്ങനെ ശ്രദ്ധ പോയിട്ടോ. കാരണം അതിനിടയിൽ 2, 3, 4 ഫോണൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ 4 ഫോണൊന്നും ഇല്ല കേട്ടോ, ഒറ്റ ഫോണേ ഉള്ളൂ. അതിൽ 2, 3, 4 കോളൊക്കെ വന്നു എന്നാണ് പറഞ്ഞേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലൂടെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക, കാരണം പോയി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ച് പോയി. കുറച്ച് സമയം ഇവിടെ കിടന്നു എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സമയം കിടന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ചിലരൊക്കെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നും കേട്ടോ, ഞാൻ ആരോടോ മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി ജോലി ചെയ്യാമെന്നാ ഇവരൊക്കെ വിചാരം എന്ന് വിചാരിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ക്യാഷ് സമ്പാദിച്ച് നമ്മളിത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യണ പോലെയൊക്കെ ചിലവരൊക്കെ ഭാവം കണ്ടാൽ കേട്ടോ. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ നമ്മൾ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മളെ പെൺകുട്ടികൾ കുടുംബം നോക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളല്ലേ പല രീതിയിലാവണത്. കാരണം നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ചെടുക്കുമ്പോൾ ആൾ പാവാണോ നോക്കും, അതേപോലെ ആൾക്ക് ജോലി ഉണ്ടോ നോക്കും, ആളെ കുടുംബത്തിന് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടോ നോക്കും, അല്ലേ, സാമ്പത്തികം ഉണ്ടോ നോക്കും. പക്ഷേ ഇതിൽ എനിക്ക് ഒന്നിനോട് മാത്രം താല്പര്യം കേട്ടോ, ആൾ പാവാണോ എന്ന് നോക്കുന്നതല്ലേ. പാവമായിട്ട് എന്തിനാണ്, നമുക്ക് ഷോക്കേസിൽ വെക്കാനൊന്നും അല്ലല്ലോ. കാരണം നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ബന്ധങ്ങളെ വില അറിയോ. ഈ കെട്ടിയ പെണ്ണിനും മക്കളെ നോക്കാൻ ഞാനല്ലാണ്ട് വേറൊരാളില്ല എന്നുള്ളതും, അത് കുടുംബ ബന്ധത്തിൻ്റെ വില അറിയോ. അവൻ എൻ്റെ അമ്മയും പെങ്ങളെയും അച്ഛനെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ടോ, അവൻ്റെ കുടുംബത്തിന് അവൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് എന്നാട്ടോ നമ്മൾ നോക്കേണ്ടത്. അമ്മയെ സ്നേഹിക്കുന്ന മകൻ തീർച്ചയായിട്ടും ഭാര്യനെ സ്നേഹിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആണുങ്ങൾ പാവാണ്, മടിയന്മാരാണെന്നൊക്കെ പറയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളൊരു ലൈഫിൽ നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യനെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ അത്ര പാവമായിരുന്നാലോ ഒന്നും നടക്കില്ല. എന്ന് വെച്ചാൽ ദുഷ്ടനും ആവാൻ പാടില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കേട്ട് ആരും എന്നെ പൊങ്കാലിടാനെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ അവകാശമുള്ള പോലെ തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ടല്ലോ. ആർക്കും ഉപദ്രവമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞതൊന്നും. അങ്ങനെ നമ്മൾ പത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മേലൊക്കെ ആകെ പൊടിയൊക്കെ ആയി. അപ്പോൾ അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മളിത് നോമ്പ് ഇറക്കാൻ കാത്തിരിക്കുക കേട്ടോ. ബാങ്ക് കൊടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അതാ ഷിനാസ് വന്നിട്ടുണ്ട് കേട്ടോ. നിച്ചുമോൻ ഇതാ നോമ്പറക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഷിനാസ് നോമ്പറക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഷംനാസ് ഷോപ്പിൽ നിന്നിട്ട് ഷിനാസിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഷിനാസ് പോയിട്ട് നല്ല ഇറച്ചിയും പത്തിരിയൊക്കെ കഴിച്ച് നന്നായിട്ട് നോമ്പറന്ന് വരട്ടെ, ഞാൻ കഴിച്ചില്ലെങ്കിലും എൻ്റെ അനിയൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ കുടുംബസ്നേഹം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ടേബിളിലുള്ളതെന്ന് നോക്കാം. കാരക്കുണ്ട്, നാരങ്ങ വെള്ളം ഉണ്ട്, അതുപോലെ തന്നെ തരിയുണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, വത്തയ്ക്കുണ്ട്.
അപ്പോൾ ഇനി എണ്ണ പലഹാരങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടില്ലേ നോക്കാം. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം വരവാണ് കേട്ടോ, ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല പഴംപൊരി ഉണ്ട്, അതുപോലെ തന്നെ പരിപ്പുവട ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ സമൂസ ഉണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ. ഇത് എത്ര നമ്മൾ കൊണ്ടുവന്നാലും ഒരു പൊട്ടോ ഒന്നോ കഴിച്ചാലായിട്ടോ, ബാക്കി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതൊന്നും വേണ്ട. കാരണം പിന്നെ ഒക്കെ നാളെ എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കാറില്ല. കാരണം ഇത്രയും എണ്ണമെഴുക്ക് കഴിച്ചാൽ വല്ലാത്തൊരു മപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണക്കടികളൊന്നും ഞാനിവിടെ ഉണ്ടാക്കാറില്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നേരം എന്താ ഉണ്ടാക്കിയെന്ന് വിചാരിക്കും കേട്ടോ. നല്ല പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ എല്ലാവരും കഴിച്ചു. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നൈറ്റി ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ. കാരണം കുറേ സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനും വഴുകും. കിട്ടാതെ നിങ്ങളതിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.